ഇന്ന് കണ്ണൂർ ജില്ലയിൽ നിന്നും UDF നേതൃത്വത്തിലുള്ള മലയോര സമരയാത്ര ആരംഭിക്കുക. ഈ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ഇതിലെ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വനനിയമം പിൻവലിക്കുക എന്നതായിരുന്നു. യാത്ര പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ വനനിയമം പിൻവലിക്കുന്നതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കുക എന്നതാണ്. കഴിഞ്ഞ 6-7 വർഷങ്ങൾക്കിടയിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങളാണ് ഉണ്ടായത്. 1000-ലധികം പേർ കൊല ചെയ്യപ്പെട്ടു. 8,000-ലധികം പേർ ഗുരുതരമായ പരിക്കുകൾ പറ്റി. 5,000-ലധികം കന്നുകാലികളെ കൊന്നു. 10,000-കണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷി മുഴുവൻ നാശമായി. ഭീതിയിലാണ് ജനങ്ങൾ, മലയോരത്തെ ജനങ്ങൾ. തിരുവനന്തപുരം വരെ ഒരു പ്രദേശത്ത് 4-5 കടുവകൾ ഒരുമിച്ചിറങ്ങാണ്. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. പശുവിനെ കറന്ന ജീവിക്കുന്നത്, കൃഷി മുഴുവൻ നശിച്ചു. പുല്ല് പറിക്കാൻ പോകാൻ പറ്റുന്നില്ല. ഉപജീവന മാർഗമായ പശുവിനെയും ആടിനെയും കൊന്നു തിന്നാണ്. ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഭീതിയും പട്ടിണിയുമാണ് ഈ പ്രദേശത്ത്. അതിന് പരിഹാരം ഉണ്ടാക്കണം. 3, കാർഷിക മേഖല തകർന്നു. വിലയിടിവാണ്. വളത്തിന് വില കൂടി, അതുപോലെ കീടനാശിനികൾക്ക് വില കൂടി, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിഞ്ഞു. ഒരു സപ്പോർട്ടും ഇല്ല. 2 ഗവൺമെൻറ് ഭാഗത്തുനിന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റും വൈൽഡ് ലൈഫ് ആക്ടിൽ ഭേദഗതി വരുത്തണം. അതുപോലെ ബഫർ സോൺ പ്രശ്നം. കേരളത്തിൽ 29% വനമുണ്ട്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ആ വനം സംരക്ഷിക്കണം. ഞങ്ങൾക്കൊരു തർക്കമില്ല. പക്ഷെ വീണ്ടും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്യാണ്. ജനങ്ങളെ വീണ്ടും പ്രയാസപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് പിന്മാറണം. അപ്പോൾ സാധാരണ രാഷ്ട്രീയ ജാഥകൾ നടത്തുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പ്രദേശത്തെ, ഒരു മേഖലയിൽ ജീവിക്കുന്ന, കുറ്റിയറ്റുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വംശത്തെ ചേർത്ത് നിർത്തുന്ന, ഒരു ജനപദത്തെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് മലയോര സമര യാത്ര. ഇതിനെല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കും.